നമസ്കാരം, പ്രേക്ഷകർക്ക് സ്വാഗതം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ശ്രീ വീണ്ടും തെളിയുകയാണോ? വിധിക്ക് ശേഷം ലോകത്തൊരു ചാനൽ ആദ്യമായി അഭിമുഖം നൽകിയത് ശ്രീശാന്ത് പീപ്പിളിന്. ശ്രീ രംഗനാഥൻ, ശ്രീശാന്തിന്റെ പോയ 2 വർഷം അത് ഇനി എങ്ങനെ നികത്തും? ഒരിക്കലും നികത്താൻ പറ്റില്ല. ഏറ്റവും പീക്കായിട്ടുള്ളൊരു സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഈ ബാൻ വരുന്നതും 2 വർഷം ക്രിക്കറ്റിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നതും. അതും ഏറ്റവും ദുഃഖകരമായൊരു കാര്യം, 2 വർഷം അദ്ദേഹത്തിന് ഒരു ക്ലബ് ക്രിക്കറ്റ് കൂടെ കളിക്കാൻ പറ്റാത്ത രീതിയിലാണ് മാറിയത്. അതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലാണ്. പക്ഷേ ശ്രീശാന്തിന് ഒരു തിരിച്ചുവരവിന് സാധ്യതകൾ ഒരിക്കലും അടഞ്ഞിട്ടില്ല. കോടതിയുടെ ഒരു നല്ല തീരുമാനം വന്നതോടുകൂടി അദ്ദേഹത്തിന് BCCIയെ സമീപിക്കാം. അതുമാത്രമല്ല, BCCIയിൽ പഴയ BCCI ഭാരവാഹികളല്ല ഇപ്പോൾ ഇരിക്കുന്നത്. ധാരാളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഒരു നടപടി, പ്രത്യേകിച്ച് കോടതി വിധി അനുകൂലമായി വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇനിയും ക്രിക്കറ്റ് തുടരാനും, പ്രത്യേകിച്ച് രഞ്ജി ട്രോഫി സീസൺ തുടങ്ങാനിരിക്കുന്നു. അതുകൊണ്ട് ഒക്ടോബർ നവംബറിൽ രഞ്ജി ട്രോഫി സീസൺ ആരംഭിക്കുന്നു. ആ ഒരു അവസരത്തിൽ അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിന്, കാരണം ഒരു വ്യക്തിയല്ല ഒരു തീരുമാനമെടുത്ത് BCCIയുടെ ഈ സ്റ്റാറ്റസ് കോ അടഞ്ഞെന്ന് പറയേണ്ടത്. ഇതൊരു വർക്കിംഗ് കമ്മിറ്റിയുണ്ട്. ആ വർക്കിംഗ് കമ്മിറ്റിയിൽ പ്രസിഡന്റ്, സെക്രട്ടറി അവരാണ് ഒരു ഡിസിഷൻ കാര്യങ്ങൾ പറയേണ്ടത്. അതുകൊണ്ട് അതൊരു ശരിയായ തീരുമാനമല്ല വന്നിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ്. ശ്രീശാന്തിന് തീർച്ചയായിട്ടും BCCIയും കേരള ക്രിക്കറ്റ് അസോസിയേഷനും സഹായിച്ച് അദ്ദേഹത്തിന് വീണ്ടും മടങ്ങി വരാൻ തീർച്ചയായിട്ടും. വീരപ്പന്മാർ ഭരിക്കുന്ന ബണ്ടി ചോസ് കൺട്രോളിംഗ് ക്രിക്കറ്റ് ഉള്ളിടത്തോളം കാലം, KCA ഉള്ളിടത്തോളം കാലം ശ്രീശാന്തിൻ്റെ ഭാവി ഉരുളടഞ്ഞ അത് രംഗനാഥൻ തലയിരിച്ച് മുതലക്കണ്ണീരല്ലേ ഇപ്പോൾ ഒഴുക്കുന്നത്. രംഗനാഥല്ലേ ഇപ്രാവശ്യം BCCIക്കെല്ലാം ബാധിച്ചല്ലേ. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിക്കണം. 5 ആളുള്ള വർക്കിംഗ് കമ്മിറ്റി, ഈ വർക്കിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ കാട്ടുകള്ളന്മാർ ജെറ്റ്ലി, രാജീവ് ശുക്ല, അനിൽ കുംബ്ലെ, പിന്നെ YP സിംഗ്, AICCൻ്റെ ICC യൂണിറ്റ് ചീഫും രവി സവാനിയും കൂടിയിട്ടല്ലേ തീരുമാനം എടുത്ത്, അനിൽ കുംബ്ലയും കൂടിയിട്ട് ശ്രീശാന്തിനെ പുറത്താക്കാൻ സെപ്റ്റംബർ 13, 2013. എന്നിട്ട് ലൈഫ് ബാൻ കൊടുത്തത് ഇവർക്കെന്താ? അപ്പോൾ ഇപ്പോൾ കോടതി തെളിഞ്ഞു ഇവൻ കുറ്റമില്ല. അപ്പോൾ ഇവർ എന്ത് കുറ്റം കണ്ടത്? എന്നിട്ട് ഇവരേൽ ഫിക്സ് ചെയ്ത ആളെയൊന്നും 11.3C പ്രകാരം ബാനും ചെയ്യുന്നില്ല. അതിനിങ്ങനെ ലോധാ കമ്മിറ്റി, വേറെ ഒരു കമ്മിറ്റി വെച്ചിട്ട് ഇങ്ങനെ കളിക്കുന്നത്. 12 സീൽ കവേഴ്സ് പ്ലേസ് രംഗനാഥൻ ഒന്ന് പറയട്ടെ. KCA ഇന്ന് പറയോ അവരുടെ പേരിൽ നടപടിയെടുക്കണം? ശ്രീശാന്ത് ഏതായാലും 2 കൊല്ലം അനുഭവിച്ചല്ലോ. ഇനി ആ 12 സീൽ കവേഴ്സ് പ്ലേസ് അനുഭവിക്കട്ടെ. പിന്നെ ശ്രീശാന്തിനെ ഈ തൊപ്പിയിട്ട് ഡൽഹി റോട്ടുമിലെ നടത്തിയ ആ ഫൂളായ നീരജ് കുമാർ, ഡൽഹി പോലീസ് കമ്മീഷണർ, ഇന്ന് BCCIൻ്റെ ACSU ചീഫ്. തീർച്ചയായിട്ടും ഉണ്ട്, ഞാനതൊന്നും നിഷേധിക്കുന്നില്ല. ഇപ്പോൾ ഡോക്ടർ ലാൽ പറഞ്ഞുകൊടുന്ന് തുടങ്ങാം. നമുക്ക് നിർബന്ധമായും തോൽക്കും എന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടതിന് ശേഷം ഒരു കാരണവുമില്ലാതെ കോടതിയിൽ വന്ന് ഇന്ന് APP, ആ പബ്ലിക് പ്രോസിക്യൂട്ടർ, ഒരു കവലപ്രസംഗം നടത്തി. അദ്ദേഹം പറയുന്നത് ലോധാ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം, അത് കുറച്ച് ദിവസമായിട്ടുള്ളൂ, മുഗ്ദൽ കമ്മിറ്റി റിപ്പോർട്ട് ഒരുപാട് കാലമായി, ഞങ്ങൾ പല ഭാഗത്തും അന്വേഷണം നടത്തി, ഗുജറാത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പല ഭാഗത്തുണ്ട്, ഇത് ഏകോപിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾ വീണ്ടും ചാർജ് ഷീറ്റ് സമർപ്പിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത്. പക്ഷേ അത് കോടതി മുഖവിലേക്ക് എടുത്തില്ല. അറിയിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളഞ്ഞുകൊണ്ട് അത് വിട്ടുകളഞ്ഞു. മറ്റ് കാര്യങ്ങൾ ഇപ്പോൾ മിസ്റ്റർ ദേവദാസിനെ അറിയുമായിരിക്കും എന്താണ് ഈ കേസിൽ ഉണ്ടായത്. നമുക്ക് ശരിക്കറിയാം. ഈ കേസിൽ ശ്രീശാന്തിന് രാജസ്ഥാൻ റോയൽസ് അർഹമായ സ്ഥാനം കൊടുത്തിരുന്നില്ല, കളിക്കാനുള്ള അവസരം നൽകിയിരുന്നില്ല. ശ്രീശാന്ത് ആകെ ദുഃഖിതനും നിരാശനുമായിരുന്നു ആ സമയത്ത്. ഈ ടീം പോലും വിട്ടുവരേണ്ട ഒരു അവസ്ഥയിലേക്ക്, അവർ പറയുന്ന രീതിയിൽ കളിക്കാൻ കഴിയില്ല എന്ന് ശ്രീശാന്ത് പല രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റും തയ്യാറായ സമയത്ത് അദ്ദേഹത്തെ ടീമിൽ നിന്നും പുറത്താക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അദ്ദേഹം വിട്ടുപോകുന്നൊരവസ്ഥയിലാണ് ഈ കേസ് വന്നത്. അദ്ദേഹം വിട്ടുപോയാൽ പല കാര്യങ്ങളും നേരിട്ട് അറിയുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഇത് പുറത്താകുമെന്നും ഈ ടീം ഉടമകൾ, നമ്മളുടെ ഇതിലെ ഏറ്റവും BCCIയുടെ നേതാക്കന്മാർ, ശ്രീനിവാസനെ പോലുള്ള ആളുകൾ, ഗുരുദാസ് പോലുള്ള ആളുകൾ, ഇവർ നടത്തിയിട്ടുള്ള കുറേ കള്ളക്കളികളുടെ ഒരു എന്തെങ്കിലുമൊക്കെ ശ്രീശാന്തിന് അറിയാമായിരിക്കും. അദ്ദേഹത്തെ പുറത്ത് വിട്ടാൽ ഇത് പുറത്തു വരുമെന്നും അവർ കുടുങ്ങുമെന്നും ഒരു നിരപരാധിയെ പിടിച്ച് ഒരു സ്കേപ്പ് ഗോട്ടാക്കിക്കൊണ്ട് മുന്നിൽ ഇട്ട് കൊടുത്താൽ തൽക്കാലം നിർത്താമെന്നും തുടങ്ങിയ ഒരു ചിന്തയുടെ ഭാഗമായിരിക്കണം. ഇനിയും തല ഇങ്ങനെ തിരിഞ്ഞിട്ടില്ല. എന്താ പറയുക, നോർമൽ എന്നാ പറയുന്നത്. ഇപ്പം ലോധാ കമ്മിറ്റി, മുഡ്ഗൽ കമ്മിറ്റി, സെപ്റ്റിക് ടാങ്ക്, നോസിയാറ്റിംഗ് എന്ന് പറഞ്ഞ സുപ്രീം കോടതി മണക്കുന്ന എങ്ങനെയാ ഇതുവരെ ഒരു വിധിക്ക് പറഞ്ഞിട്ടില്ല. നോസിയാറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓക്കാനം വരുന്നതെന്ന്. അപ്പോൾ സെപ്റ്റിക് ടാങ്കിൻ്റെ മുകളിൽ ഇരുന്ന് 3 റോട്ടൺ എക്സ് എന്ന് പറഞ്ഞ BCCI വാദിക്കുന്നതാണ് രംഗനാഥനും ടീം. അതുകൊണ്ട് ഞാൻ അതിന് പക്ഷേ ഈ മെക്കോക്ക് എങ്ങനെയാ ഇപ്പോൾ എടുക്കുക? മഹാരാഷ്ട്രയിലുള്ള ഒരു റൂള്, ഓർഗനൈസ് ക്രൈം റൂള് 3ഉം 4ഉം ഒരു ക്രിക്കറ്ററെ മേലെ ചാർത്തി കൊടുക്കാൻ എന്ത് ചെയ്താൽ അതെല്ലാം എന്ന് പറഞ്ഞാൽ തീവ്രവാദം. ഏത് ദാവൂദെല്ലാം സ്ഫോടനം നടത്തിയതിനെല്ലാം ഉപയോഗിക്കേണ്ട
വാദന ഈ ഒരു പാവം ക്രിക്കറ്ററെ മേലെ ചാർത്തി കൊടുത്തിന് സ്പോട്ട് ഫിക്സിങ് ഇതെന്ന്. അതിൻ്റെ കളിച്ചെല്ലാം വേറെ, ഈ സിസ്റ്റം മൊത്തം കറപ്റ്റാണ്. എന്നിട്ട് അതിൻ്റെ പിന്നിൽ അതുകൊണ്ടാണ് രംഗനാഥൻ ഉത്തരം പറയേണ്ടത്. BCCIയിൽ ആർക്കോ താല്പര്യമുണ്ടായിരുന്നു ശ്രീശാന്തിനെ കൊടുക്കണമെന്ന്.